കൊല്ലം മുഖത്തല കണിയാന്തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം ലഭിച്ചു. മുഖത്തല സ്വദേശി സലീമാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ സലീമിന് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കരുനാഗപ്പള്ളിയിൽ ശക്തമായ മഴ പെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ഒരു 48 മണിക്കൂറായി തുടരുന്ന മഴ, ആ മഴയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ശമനം. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്നും കനത്ത തോതിൽ പെയ്യുകയാണ്. അതേസമയം കൊല്ലം നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. അതേസമയം കരുനാഗപ്പള്ളി, കുന്നത്തൂർ താലൂക്കുകളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത മഴയിൽ കരുനാഗപ്പള്ളി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. അത് ചവറയിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇതിപ്പോ നിലവിൽ ഏതാണ്ട് 2000-ലധികം ആളുകളെ വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 41 വീടുകളായിരുന്നു ഇന്നലെ ഉച്ചവരെ തകർന്നതെങ്കിൽ ഇപ്പൊ അത് ഏതാണ്ട് 60 എന്ന സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിൽ തന്നെ 5 വീടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മതിലുകൾ പല സ്ഥലത്തും തകർന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്ന് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് നുഹു എന്ന് പറയുന്ന സലീം, അദ്ദേഹം ഇതിന്റെ ഈ മണിയാന്തോട്ട്, തൃക്കോവിലോട്ട് മണിയാന്തോട്ടില് മീൻ പിടിക്കുന്നതിനിടെ അതിന്റെ തോട്ടിലേക്ക് ഇറങ്ങി ഈ സമയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. അതിന്റെ ആ മുങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ട് താനും. അദ്ദേഹം പൊടുന്നനെ അതിലേക്ക് ചാടി എല്ലാവരും വളരെ ആസ്വദിച്ച് കരയിലുണ്ടായിരുന്നവരൊക്കെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. സാധാരണ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു. പക്ഷെ പൊടുന്നനെ ഒരു ചുഴിയിൽപ്പെട്ട അദ്ദേഹത്തെ കാണാതായി. ഇന്നാണ് 1 കിലോമീറ്ററിനപ്പുറം അദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിച്ചത്. ഇതാണ് നിലവിലെ കൊല്ലം ജില്ലയിലെ സ്ഥിതി. ആര്യ. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.